നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 2025 ആദ്യത്തെ ഏകാദശിയാണ് ജനുവരി 10 വെള്ളിയാഴ്ച വരുന്ന സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി എന്നറിയപ്പെടുന്ന ഏകാദശി. വ്രതങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായ ഏകാദശികളിൽ ഏറ്റവും പ്രമുഖമായ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. സ്വർഗവാതിൽ ഏകാദശി ദിവസം വ്രതമനുഷ്ഠിച്ച് ഭഗവാനെ ഭജിക്കുന്നതിലൂടെ മോക്ഷപ്രാപ്തി ഉണ്ടാകും. ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. സ്വർഗവാതിൽ ഏകാദശി ദിവസം ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടും എന്നൊരു വിശ്വാസമുണ്ട്. സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് പൂജാവിധികൾക്ക് ശേഷം മറ്റൊരു വാതിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്നൊരു വിശ്വാസം കൂടി ഉണ്ട്. ഹൈന്ദവ വിശ്വാസപ്രകാരം എല്ലാ ഏകാദശികളും പ്രാധാന്യമുള്ള ദിവസങ്ങളായി കണക്കാക്കുന്നു. ഒരു വർഷത്തിൽ സാധാരണ 24 ഏകാദശികൾ ഉണ്ട്. ചിലപ്പോൾ അത് 25 എണ്ണവുമാകാം. ഇവയിൽ ഏറ്റവും പ്രാധാന്യമെന്ന് കരുതുന്നത് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശിയാണ്. ഈ ദിനത്തിലാണ് കുചേരനെ കുബേരനാക്കിയെന്നും കരുതപ്പെടുന്നു. മഹാഭാരതത്തിലെ ഏറെ പ്രാധാന്യമുള്ള ഭഗവത്ഗീത അർജുനന് ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് ഒരു ഏകാദശി ദിനത്തിലാണെന്നും ആ ദിവസം ധനുമാസത്തിലെ ഏകാദശിയിലാണെന്നും കരുതപ്പെടുന്നു. ഏകാദശികളിൽ പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി. മനുഷ്യൻ്റെ ദുഃഖഭാരങ്ങൾ തീർത്ത് മോക്ഷം നൽകുന്ന ഈ ഏകാദശി വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഭഗവാൻ കൃഷ്ണൻ സതീർത്ഥനായിരുന്ന കുചേലൻ്റെ അവിൽപ്പൊതി പങ്കുവച്ച് കുചേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നും വിശ്വാസമുണ്ട്. കൂടാതെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് വിഷാദരോഗം അനുഭവപ്പെട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും തത്വശാസ്ത്രം ഭഗവത്ഗീതയിലൂടെ അർജുനനെ ഉപദേശിച്ചതും ഈ ദിവസത്തിലാണെന്ന് കരുതുന്നു. അതിനാൽ സ്വർഗവാതിൽ ഏകാദശി ഭഗവത്ഗീതാ ജയന്തിയായിട്ടും ആചരിച്ചു വരുന്നുണ്ട്. ഇത്രയും പ്രാധാന്യവും ഐതിഹ്യവും അനുസരിച്ച് വ്രതങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഏകാദശി വ്രതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നായി സ്വർഗവാതിൽ ഏകാദശി കരുതപ്പെടുന്നു. ഏകാദശി വ്രതം 3 ദിനങ്ങളിൽ നീണ്ടു നിൽക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം. വിധിയനുസരിച്ച് തലേന്ന് ഒരിക്കൽ മാത്രമേ ആകാവൂ. അതായത് ദശമി ദിവസം ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാവൂ. ഏകാദശി ദിവസം പൂർണ്ണോപവാസം. ദ്വാദശി ദിവസവും ഒരു നേരം മാത്രമേ അരിയാഹാരം കഴിക്കാവൂ. ഏകാദശി ദിവസം പൂർണ്ണോപവാസമാകാം. അതിന് സാധിക്കാത്തവർ ഒരു നേരം പാലോ പഴമോ തുളസി തീർത്ഥമോ ഭക്ഷിച്ചു വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അതിനും സാധിക്കാത്തവർ അരിയാഹാരം അന്നേ ദിവസം ഉപേക്ഷിച്ച് മറ്റുള്ള ധാന്യങ്ങൾ കഴിച്ചും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വ്രതം അനുഷ്ഠിക്കൂ. ഏകാദശി ദിവസം ഈ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതേതൊക്കെയാണെന്ന് നോക്കാം. വ്രത ദിവസം തലയിൽ എണ്ണ തേക്കുവാനോ ഉച്ചയ്ക്ക് ഉറങ്ങുവാനോ പാടില്ല. ഏകാദശി ദിവസം തുളസി ഇല പൊട്ടിക്കുന്നതും നിഷിദ്ധമാണ്. ഏകാദശി ദിവസം വെളുത്ത വസ്ത്രം ധരിക്കുന്നതും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്തമമാണ്. വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും ഉത്തമം. അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. ഈ ഗ്രന്ഥങ്ങളൊന്നും കൈവശമില്ലാത്തവരും അതുപോലെ തന്നെ ഇതൊന്നും വായിക്കാൻ സമയം കിട്ടാത്തവരൊക്കെ അന്നേ ദിവസം ഈ ഒരു നാമം ജപിക്കൂ. ഓം നമോ നാരായണായ. എത്ര തവണ നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ അന്നേ ദിവസം ജപിക്കൂ. ഇനി ഓം നമോ നാരായണായ എന്ന് ജപിക്കാനും സാധിക്കില്ല എന്നുണ്ടെങ്കിലും നാരായണ 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 എന്ന് ജപിക്കൂ. കഴിയാവുന്നത്ര തവണ ജപിക്കൂ. പാരണ ചെയ്യുമ്പോൾ ഈ ഒരു മന്ത്രം കൂടി ജപിക്കൂ. ബോഷേഹും പുണ്ടരീകാക്ഷ ശരണമേ ഭവാച്യുത. അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനെ, ഞാനിതാ പാരണ ചെയ്യുവാൻ പോകുന്നു. അങ്ങ് എനിക്ക് ശരണമായി ഭവിക്കണേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഏകാദശി വ്രതം അവസാനിപ്പിക്കാം. 9-ാം തീയതി വ്യാഴാഴ്ചയാണ് ഒരിക്കലൂണ്. 10-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത്. 11-ാം തീയതി ശനിയാഴ്ചയാണ് പാരണ ചെയ്യേണ്ടത്. പാരണ ചെയ്യേണ്ട സമയം രാവിലെ 6:40 മുതൽ 8:20 വരെയുള്ള സമയത്താണ്. ശനിയാഴ്ച രാവിലെ വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കൂ. ഭഗവാൻ എന്തെങ്കിലും ഒരു നേദ്യം വെച്ചു കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ കൊണ്ടാവുന്ന നേദ്യം വെച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം
ക്ഷേത്രത്തിൽ പോയി പാരണ വിടുക. പാരണ വിടാൻ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ പോകുക. അതിന് സാധിക്കാത്ത വീട്ടിൽ തന്നെ ശുദ്ധമായ ജലത്തിൽ കുറച്ച് ഉണക്കലരിയും ചന്ദനവും തുളസിയിലയും ഇട്ട് ആ തീർത്ഥം സേവിക്കൂ. പാരണ വിടുന്ന സമയത്ത് പ്രാർത്ഥനാ മന്ത്രം ജപിക്കാൻ മറക്കരുത്. ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്ത അത്രയുമുണ്ട്. വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാദശി ദിവസം ഭഗവത് നാമങ്ങൾ ജപിക്കുകയും അതുപോലെ തന്നെ മഹാഗ്രന്ഥങ്ങളെല്ലാം പാരായണം ചെയ്യുന്നതും ഉത്തമം. എല്ലാവർക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.